സോ അതുകൊണ്ടാണ് മതങ്ങൾ കാരണം ഒരുപാട് വയലൻസ് ഇന്നുണ്ടാകുന്നത്. ഇന്നത്തെ ലോകത്ത് നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും മൈനോറിറ്റീസിനെതിരായിട്ടുള്ള വയലൻസ് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ വയലൻസുകളുടെ ഒരു കോമൺ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിൽ റിലീജിയൻ ഒരു വലിയ പങ്ക് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഇവിടുത്തെ കോർ കോസ് എന്ന് പറയുന്നത് റിലീജിയൻ ആണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, മറിച്ച് അതൊരു ടൂൾ ഫോർ ജസ്റ്റിഫിക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഒരാളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ഭക്തി കൊണ്ടല്ല, മറിച്ച് അവരൊന്നാണെന്നും സുപ്പീരിയർ ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കാനുള്ള വെറും ഷോ ആണ്. ഇവിടെ ആർ സ്കോട്ട് ആപ്പിൾബൈ പറഞ്ഞ ആംബിവലൻസ് ഓഫ് ദ സേക്രഡ് എന്ന ഐഡിയ വളരെ റെലവൻ്റ് ആണ്. അതായത് റിലീജിയന് ശരിക്കും രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് സമാധാനം ഉണ്ടാക്കാനുള്ള കഴിവ്, രണ്ട് വലിയ ആക്രമണങ്ങൾ വയലൻസ് ഉണ്ടാക്കാനുള്ള കഴിവ്. മതങ്ങളുടെ മെയിൻ ഐഡിയോളജീസും മൊറാലിറ്റിയും ഫെയ്ത്തും ആണെന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നതൊന്നുമല്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മതങ്ങൾ എന്നത് വെറും നല്ലത് മാത്രമല്ല. ഹോളി എന്ന ഐഡിയയ്ക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടി നല്ല കാര്യങ്ങൾ ചെയ്യിക്കാനും പറ്റും, അതേസമയം നമ്മളുടെ മതം അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിൽ തല്ലിക്കാനും പറ്റും. ഈ ആംബിവലൻസ് കാരണമാണ് ദൈവത്തെ വിളിച്ചുകൊണ്ട് തന്നെ ആളുകൾ മറ്റുള്ളവരെ കൊല്ലുന്നത്. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ദാറ്റ് മതം എന്ന് പറയുന്ന അവർ ചെയ്യുന്ന വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് മാത്രം മാറുന്നു. അങ്ങനെ കൊല്ലുന്ന ഒരു തെറ്റല്ല, അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കുറേ വിവരമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം വിക്ടിംസ് എന്ന് പറയുന്നത് മൈനോറിറ്റീസ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ. കാര്യം ഇവർ ഡിഫറൻ്റ് ആണ്, വിസിബിൾ ആണ്, അതേപോലെ തന്നെ വൾണറബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇവരെ വേണമെങ്കിൽ അക്യൂസ് ചെയ്യും. ഇത് തന്നെയാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ അങ്ങനെയുള്ള മിക്ക രാജ്യങ്ങളിലും നടക്കുന്നത്. ഇത് നടക്കാനുള്ള മറ്റൊരു റീസൺ നിയമവ്യവസ്ഥയുടെ എക്സിക്യൂഷനിലുള്ള പോരായ്മയാണെന്ന് പറയാം. കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നവരെ സ്റ്റേറ്റ് കർശനമായിട്ട് ശിക്ഷിക്കുന്നത് വരെയും സോഷ്യൽ ഐഡന്റിറ്റിക്ക് മുകളിൽ നിയമത്തിന് സ്ഥാനം നൽകുന്നത് വരെയും കൊലപാതകങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഓരോ ഗ്രൂപ്പുകാരും വിളിക്കുന്ന സ്ലോഗൻസ് മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ മരിക്കുന്നതെന്നും മനുഷ്യൻ മാത്രമായിരിക്കും.